ഇദ്രീസ് നബിക്കു സിറിയൻ ഭാഷയിൽ കനൂക്ക് എന്നാണ് പേര് പറയപ്പെട്ടിരുന്നതെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം ജനിച്ചത് മിസ്രിലാണെന്നും ഷാമിലാണെന്നും അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു. ആദം അലൈഹിസ്സലാം ചരമം പ്രാപിച്ചു 100 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിച്ചത്. 95-ാം വയസ്സിൽ അദ്ദേഹത്തിന് നബിത്വം ലഭിച്ചു. 30 ഏടുകളാം അദ്ദേഹത്തിന് പ്രത്യേകം അവതരിച്ചു കിട്ടിയിരുന്നു. മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലും സാമൂഹ്യ കാര്യങ്ങളിലും നാനാവിധ പരിഷ്കാരങ്ങളും ഇദ്രീസ് നബി നടപ്പിൽ വരുത്തി. അദ്ദേഹത്തിന് മുമ്പ് തുന്നിയ വസ്ത്രങ്ങളാം അഥവാ കുപ്പായം, കാലൊറ മുതലായവ ധരിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാൾ, കവചം, കുന്തം മുതലായവയും അദ്ദേഹമാണ് കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തിയത്. കാബീൽ സന്തതികളാം പ്രായേണ അക്രമികളും വിഗ്രഹാരാധകരുമായിരുന്നു. അവർ ശരീഅത്തിനെതിരായി പല ദുരാചാരങ്ങളും നടപ്പാക്കിയിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പിതാമഹനായ ആദം നബി തനിക്കും മറ്റും സന്തതികൾക്കും നൽകിയിരുന്ന ഉപദേശപ്രകാരം ഇദ്രീസ് നബി യുദ്ധം ചെയ്തു കാബീലിൽ പക്ഷക്കാരെ കീഴടക്കി. അദ്ദേഹമായിരുന്നു പേന കണ്ടുപിടിച്ച് അതുകൊണ്ട് എഴുതാനും സമ്പ്രദായം നടപ്പാക്കുകയും ചെയ്തത്. കുതിരസവാരി തുടങ്ങിയതും അദ്ദേഹമായിരുന്നു.